എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 രണ്ടാമത്തെ ശ്ലോകമാണ്. നോക്കിക്കോളൂ. വന നിർജ്ജരി ധരി ഭ്രമരീ ബിരാകുലാത് മുഖരീകൃതം ചാരു സരസീതടം തരുലതാ ശാഖാസു നീഡജാനം തഥാ ശാഖാമൃഗാനാം ച സുഖമേളനം. ഒന്നും കൂടി നോക്കിക്കോളൂ. വനനിർജ്ജരി ധരി ഭ്രമരീ ബിരാകുലാത് മുഖരീകൃതം ചാരു സരസീതടം തരുലതാ ശാഖാസു നീഡജാനം തഥാ ശാഖാമൃഗാനാം ച സുഖമേളനം. ഇനി പദത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കിക്കോളൂ. നിർജ്ജരി, നിർജ്ജരി എന്ന് പറഞ്ഞാൽ അരുവി എന്നാണ് അർത്ഥം. ധരി ഗുഹ, ഭ്രമരഹ വണ്ട്, ആകുലം നിറഞ്ഞ, മുഖരീകൃതം ശബ്ദായമാനം, ചാരു മനോഹരം, സരസീതടം നദീതടം, തരു വൃക്ഷം, ലത വള്ളി, ശാഖ കൊമ്പ്, നീഡജഹ പക്ഷി, നീഡജഹ പക്ഷി, തഥാ അപ്രകാരം, ശാഖാമൃഗാഹ വാനരന്മാർ കുരങ്ങന്മാർ, സുഖമേളനം സന്തോഷത്തോടെയുള്ള ഒത്തുചേരൽ. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. ഭ്രമരീ ബിരാകുലാത്, ഭ്രമരിബിഹി ആകുലാത് എന്നാണ്. ഭ്രമരിബിഹി ആകുലാത്, ഭ്രമരീ ബിരാകുലാത്. ഒന്നും കൂടി പറയാം. ഭ്രമരീ ബിരാകുലാതാണ്, ഭ്രമരിബിഹി ആകുലാത്. വിഗ്രഹം നോക്കിക്കോളൂ. വനനിർജ്ജരി, വനാത് ആഗത നിർജ്ജരിയാണ് വനനിർജ്ജരി. സരസീതടം, സരസ്യാഹ തടമാണ് സരസീതടം. തരുലതാ ശാഖാസു, തരവഹ ച ലതാഹ ച തരുലതാഹ, താസാം ശാഖ താസു. ഇനി അന്വയം നോക്കിക്കോളൂ. വനനിർജ്ജരി ധരി ആകുലാത് ഭ്രമരീബിഹി മുഖരിതം ചാരു സരസീതടം തഥാ തരുലത ശാഖാസു നീഡജാനാം ശാഖാമൃഗാനാം ച സുഖമേളനം അത്ര ദൃശ്യത്തെ. ഒന്നും കൂടി പറയാം. അന്വയം നോക്കിക്കോളൂ. വനനിർജ്ജരി ധരി ആകുലാത് ഭ്രമരീബിഹി മുഖരിതം ചാരു സരസീതടം തഥാ തരുലതാ ശാഖാസു നീഡജാനാം ശാഖാമൃഗാനാം ച സുഖമേളനം അത്ര ദൃശ്യത്തെ. ഇനി നമുക്ക് അർത്ഥം നോക്കാം. കാട്ടരുവിയും ഗുഹയും പരിഭ്രമിച്ച വണ്ടിൻ സമൂഹങ്ങളെ കൊണ്ട് ശബ്ദായമാനമായ മനോഹരമായ പൊയ്കയുടെ തീരത്ത്, പൊയ്കയുടെ തീരവും അതാണ് സരസീതടം, പൊയ്കയുടെ തീരവും അപ്രകാരം തന്നെ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ശാഖകളിൽ പക്ഷികളുടെയും വാനരന്മാരുടെയും സന്തോഷത്തോടെയുള്ള ഒത്തുചേരലും ഈ കാട്ടിൽ കാണുന്നു. ഒന്നും കൂടി അർത്ഥം പറയാം. കാട്ടരുവിയും ഗുഹയും പരിഭ്രമിച്ച വണ്ടിൻ സമൂഹങ്ങളെ കൊണ്ട് ശബ്ദായമാനമായ മനോഹരമായ പൊയ്കയുടെ തീരവും അപ്രകാരം തന്നെ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ശാഖകളിൽ പക്ഷികളുടെയും വാനരന്മാരുടെയും സന്തോഷത്തോടെയുള്ള
ഒത്തുചേരലും ഈ കാട്ടിൽ കാണുന്നു. ഇനി നമുക്ക് പര്യായങ്ങൾ നോക്കാം. പര്യായം അല്ലെങ്കിൽ സമാനാർത്ഥമായിട്ടാണ് ചോദിക്കുക. നമുക്ക് നോക്കാം. ദരി, ദരി എന്ന് പറഞ്ഞാൽ ഗുഹ. ദരി, ഗുഹ എന്നാണ് അർത്ഥം വരിക. അതിൻ്റെ പര്യായങ്ങൾ നോക്കൂ. ഗഹ്വരം, കന്ദരം, ഗുഹ. തരു, വൃക്ഷം, തരുഹു, വൃക്ഷം. അപ്പം അതിൻ്റെ പര്യായങ്ങൾ വൃക്ഷഃ, ശാഖി, പാദപഃ. അപ്പോൾ ഇതിൽ പാദപഃ എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു. ഇത് നമ്മൾ 9ൽ പഠിച്ചതാണ്. വേരിൽ കൂടി ആണ് ജലം സസ്യങ്ങൾ കുടിക്കുന്നത്. അതുകൊണ്ടാണ് വൃക്ഷങ്ങളെ പാദപഃ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വേരിലൂടെയാണ് സസ്യങ്ങൾ ജലം കുടിക്കുന്നത്. അതുകൊണ്ടാണ് വൃക്ഷങ്ങളെ പാദപഃ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അത് നമ്മൾ 9ലെ 2ാമത്തെ ചാപ്റ്ററായ ജീവാതുരേവ ദ്രുമഃ ആ ചാപ്റ്ററിലാണ് പഠിച്ചത്. അതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പാദപഃ എന്നുള്ള വാക്ക്. അടുത്തത് വാനരഃ, കുരങ്ങൻ. അതിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? മർക്കടഃ, കപിഹി, ശാഖാമൃഗഃ. ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2ാമത്തെ ശ്ലോകം. അപ്പം ഞാൻ എല്ലാം പറഞ്ഞു. നന്നായി പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ജനുവരി 2-ാം തീയതി തൊട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.